പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിൽ എഫ്-സോൺ കലോത്സവത്തിനിടെയാണ് സംഘർഷമുണ്ടായത്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജോയിന്റ് സെക്രട്ടറി അശ്വിൻ നാഥിന് മർദ്ദനമേറ്റിട്ടുണ്ട്. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചതെന്നാണ് ആരോപണം ഉയരുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ സംഘടന വലിയ രീതിയിലാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പോലീസിന്റെ ഒരു ഇടപെടലൊക്കെ ഉണ്ട്. ഇതിന്റെ തുടക്കം എവിടെയാണ്? സ്മിത, തുടക്കം ഈ തൃശ്ശൂരിലെ സംഘർഷമാണ്. തൃശ്ശൂരിലെ ഡി-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് SFI പ്രവർത്തകനെ അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നാണ്. KSUക്കാരാണ് അടിച്ചത്. അതിനുശേഷം ആംബുലൻസിൽ പോകുന്ന ദൃശ്യങ്ങളടക്കം പുറത്ത് വന്നിരുന്നു. എന്തായാലും ഇതിന് തുടർച്ചയായി അതിൻ്റെ അനുബന്ധ സംഘർഷങ്ങൾ പലയിടത്തായി ഉണ്ടാകുന്നു. പല KSU നേതാക്കൾക്കും മർദ്ദനമേൽക്കുന്നു. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോൾ പഴശ്ശി കോളേജിൽ ഇങ്ങനെയൊരു സംഘർഷം അല്പസമയം മുമ്പ് ഉണ്ടായിരിക്കുന്നത്. ആ സംഘർഷത്തിൻ്റെ കാരണം പ്രധാനമായും എഫ്-സോൺ കലോത്സവം നടക്കുകയാണ്. എഫ്-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സ്റ്റേജിതര മത്സരങ്ങളായിരുന്നു. ഇന്ന് സ്റ്റേജിന മത്സരങ്ങൾ നടക്കുകയാണ്. ഇതിനിടയിലാണ് ഈ സർവകലാശാല യൂണിയന്റെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള അശ്വിൻ നാഥിനെ മർദ്ദനമേൽക്കുന്നത്. SFI പ്രവർത്തകരാണ് ആക്രമിച്ചത് എന്നുള്ളതാണ് KSUവിൻ്റെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട ഇത് സംഘടിപ്പിക്കുന്ന, അതായത് ഈ കലോത്സവം സംഘടിപ്പിക്കുന്ന ഓഫീസുമായി ബന്ധപ്പെട്ട ഓഫീസിലേക്ക് വരെ അതിക്രമം നടന്നു എന്നുള്ള തരത്തിലുള്ള പരാതികൾ ഉയരുന്നുണ്ട്. എന്തായാലും SFI പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. തുടർന്ന് പോലീസ് ഇടപെടുന്ന അവസ്ഥയിലേക്ക് എത്തി. പോലീസ് എത്തി ഉടൻ തന്നെ പ്രവർത്തകരെ പിരിച്ച് വിടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ അശ്വിന് കാര്യമായ പരിക്കുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുൽപ്പള്ളിയിലെ ജനറൽ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും KSU പ്രവർത്തകരും SFI പ്രവർത്തകരും ഇങ്ങനെ തമ്മിലടി എന്നുള്ള തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് പലയിടത്തും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറുന്ന, പലർക്കും പരിക്കേൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് പുൽപ്പള്ളിയിലും ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അവിടെ കൂടുതൽ പോലീസുണ്ട്. മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റ് തടസ്സങ്ങളില്ല. നിലവിൽ ഇപ്പോൾ സംഘർഷമുണ്ടായി. സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും അവരെല്ലാം തന്നെ ഈ സംഘർഷാവസ്ഥ ഒഴിവാക്കാൻ കൂടുതൽ പോലീസ് സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസകരമായ വിവരം തന്നെ.